മൂന്നാർ താമസിക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറാനുള്ള സമയം കഴിഞ്ഞു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്ന യാത്രക്കാരെല്ലാം അവിടെ മൂന്നാർ കാണാനായിട്ട് വരുന്ന ആൾക്കാർ തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ പറഞ്ഞ നെഗറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ ആൾക്കാരെ ഇടപെടലിനെ കുറിച്ച്. അവിടുത്തെ ആൾക്കാർ കുറച്ച് മോശമായിട്ട് രീതിയിലൊക്കെയാണ് ഇടപെടുന്നത്. കാരണം അവരെന്തോ വലിയ ആൾക്കാരാണ് എന്ന രീതിയിലാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് ഇടപെടുന്നതാണ് പലരും മൂന്നാർ പോയിട്ട് വന്നതിന് ശേഷം പറയാറുള്ളത്. അത് ശരിയാണെന്ന് എനിക്കും പലതവണ തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ് മാറാനുള്ള സമയമായി. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മൂന്നാറിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് മൂന്നാറിൽ അവർ താമസിക്കുന്നത് അത് മൂന്നാറിന്റെ ഭാഗ്യമാണെന്നുള്ള നിലയിലാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് ഞങ്ങളെന്തോ വലിയ ആൾക്കാരാണെന്ന നിലയിലാണ് അവർ പെരുമാറുന്നത്. അത് ശരിയല്ല, അത് മാറണം. നിങ്ങളവിടെ അല്ലെങ്കിൽ മൂന്നാറിലുള്ള ആൾക്കാരവിടെ താമസിക്കുന്നത് അത് മൂന്നാറിന്റെ ഭാഗ്യമല്ല, അത് നിങ്ങളുടെ ഭാഗ്യമാണ്. നമുക്കവിടെ താമസിക്കാൻ പറ്റുന്നതും എന്താ പറയുക ആ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ആൾക്കാരെത്തുന്നതൊക്കെ അത് നമ്മുടെ ഭാഗ്യമാണ്. അതൊരിക്കലും അത് മൂന്നാറിന്റെ ഭാഗ്യമല്ല അത്. അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാരോടൊക്കെ നീറ്റായിട്ടും നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റും. പക്ഷെ ഇവർ ചിന്തിക്കുന്നത് ഞങ്ങളെന്തോ എന്തോ എന്തോ വലിയ അത്ഭുത ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരെന്നുള്ള നിലയിലൊക്കെയാണ് പല സമയത്തും പെരുമാറുന്നത്. അപ്പം അത് മാറണം. അത് മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. നമ്മളെ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്ത പുണ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നന്മകൾ കൊണ്ടൊന്നും അല്ല ആൾക്കാരിന്ന് അങ്ങോട്ട് വരുന്നത്. അത് മൂന്നാറിന്റെ ഭംഗി കാണാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം അത് നമ്മുടെ ഭാഗ്യം കൂടിയാണത്. അങ്ങനെ വേണ്ടി നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പഠിക്കണം നമ്മൾ.